ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് +1 സുവോളജി 3-ാമത്തെയും 4-ാമത്തെയും ചാപ്റ്റർ, അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആൻഡ് ബയോമോളിക്യൂൾസ്, ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഡയഗ്രാം, ടേബിൾ, അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നോക്കൂ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ഈ പാഠഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഡയഗ്രാംസും അതിനോട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സും നോക്കാം. ഇവിടെ നോക്കൂ, ഒരു സിമ്പിൾ എപ്പിത്തീലിയം, അതിൽ പെടുന്ന വിവിധ സെൽസാണ് കാണിച്ചിരിക്കുന്നത്. എ, ബി, സി, ഡി. ശ്രദ്ധിക്കുക, എ സ്ക്വാമസ് എപ്പിത്തീലിയം, ബി ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സി കൊളുംനാർ എപ്പിത്തീലിയം, ഡി എന്താണ്? കൊളുംനാർ സെൽസ് ബിയറിംഗ് സീലിയ. സീലിയ ഉള്ള കൊളുംനാർ സെൽസ് ആണ്. അതിനെ നമുക്ക് സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്നും വിളിക്കാം. ഇനി ഓരോന്നും വിശദീകരിച്ച് നോക്കാം. ഇതിൽ ചോദ്യങ്ങൾ വരിക, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം വേർ ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ഗീവ് ഇറ്റ്സ് ഫങ്ഷൻ. 3 തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്ന്, ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്, എവിടെയാണിത് കാണപ്പെടുന്നത് എന്നുള്ളത്. മൂന്നാമത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്. നോക്കൂ, ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ പറ്റും? ഇത് ഫ്ലാറ്റൻ സെൽസ് ആണ്, പരന്ന സെൽസ് ആണ്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് എവിടേക്കാണ്? വാൾ ഓഫ് ബ്ലഡ് വെസൽസും എയർ സാക്സ് ഓഫ് ലങ്സുമാണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. രക്തക്കുഴലുകളിലും ആൽവിയോളയിലും, അല്ലേ, വായു അറയില് സാക്സ് ഓഫ് ലങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് അതാണ്. ഇത് കൂടാതെ ഹാർട്ടിലും നെഫ്രോൺസിലെല്ലാം ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബുക്കിൽ പറഞ്ഞാൽ മാത്രം നമ്മൾ പഠിക്കുക തൽക്കാലം. വാൾ ഓഫ് ബ്ലഡ് വെസൽസ്, എയർ സാക്സ് ഓഫ് ലങ്സ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ വന്നത് ഡിഫ്യൂഷനാണ്. അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്തെല്ലാം ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അത് ഈ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് വഴിയാണ്. നോക്കൂ, അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഈ ക്യൂബ് ലൈക്ക് സെൽസ് എവിടെയാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണപ്പെടുന്നത്? ഡക്ട്സ് ഓഫ് ഗ്ലാൻസ്, ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നീസ്. അതായത് ഗ്ലാൻസിലാണെങ്കിൽ കാണപ്പെടുമ്പോൾ എന്തായിരിക്കും അവിടെ ഫങ്ഷൻ? സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം ആയിരിക്കും, അല്ലേ, സെക്രീറ്റ് ചെയ്യും. അതുപോലെ ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസിലാവുമ്പോൾ ഇത് കിഡ്നിയുടെ യൂറിൻ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് റീഅബ്സോർപ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും സഹായിക്കും. അപ്പോൾ ഫങ്ഷൻ എന്തൊക്കെ വരും? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അടുത്ത നോക്കൂ, കൊളുംനാർ എപ്പിത്തീലിയാണ്. കൊളുംനാർ എപ്പിത്തീലിയം ഈസ് ഫോംഡ് ഓഫ് സ്ലെൻഡർ സെൽസ്, ഒന്നുകൂടി മെലിഞ്ഞതാണ്. അതായത് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസും കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസും കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ഇനി എവിടെയാണ് കൊളുംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത്? ഇറ്റ് ക്യാൻ ബി സീൻ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും കൊളുംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നു. അപ്പോൾ സ്റ്റൊമക്കിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ സെക്രീഷനുമായി ബന്ധപ്പെട്ട സെൽസ് ഇവിടെയുണ്ട്. അതുപോലെ ഇൻറ്റസ്റ്റൈനിലും അബ്സോർപ്ഷനൊക്കെ സഹായിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്താ വരിക? സെക്രീഷനും അബ്സോർപ്ഷനും. അപ്പം 3 ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസ് നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയണം. അവ എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് അറിയണം, അവയുടെ ഫങ്ഷനും അറിയണം. ഓക്കെ, അടുത്തത് നോക്കൂ, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏതാണിത്? ഇറ്റ് ഈസ് ദ ഡയഗ്രാം ഓഫ് ഏരിയോളാർ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ഇറ്റ് ബിലോങ്സ് ടു കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂലാണ് വരുന്നത്. ഇനി എന്താണ് ഇവയുടെ ഫങ്ഷൻ എന്ന് നോക്കാം. ഇറ്റ് ആക്ട്സ് ആസ് എ ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ബാർ ഓർഗൻസ് ഓഫ് ദി ബോഡി. ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെ ബൈൻഡ് ചെയ്യുന്നതിൽ, അവിടെ യോജിപ്പിച്ച് നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് ആർക്കുണ്ട്? ഏരിയോളാർ ടിഷ്യൂസിനുണ്ട്. ഇറ്റ് ക്യാൻ ബി സീൻ ബിനീത്ത് ദി സ്കിൻ. സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏത്? ഏരിയോളാർ ടിഷ്യൂ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവയുടെ ഫങ്ഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നോക്കൂ, അടുത്തത് ആഡിപ്പസ് ടിഷ്യൂ ആണ്. ആഡിപ്പസ് ടിഷ്യൂ ഡയഗ്രാം ഐഡൻറ്റിഫിക്കേഷനേക്കാൾ കൂടുതലായിട്ട് കാണാറുള്ളത് ഫങ്ഷൻ മാത്രം പ്രാധാന്യം കൊടുത്ത് ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ആഡിപ്പോസ് ടിഷ്യൂ. ഇനി അടുത്ത് നോക്കൂ, എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് വരുന്നതാണ്. ഏതാണ്? മസിൽ ടിഷ്യൂ ആണ്. മസിൽ ടിഷ്യൂ 3 ടൈപ്പ് മസിൽസ് ആണ് നമുക്ക് ഉള്ളത്. അത് ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസിൽ, ബി സ്മൂത്ത് മസിൽ, സി കാർഡിയക് മസിൽ. അപ്പോൾ 3 ടൈപ്പ് മസിൽസും ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം. മാത്രമല്ല, ഓരോന്നിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 ക്യാരക്ടറെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽസിൻ്റെ 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചോളൂ. അറ്റാച്ച് ടു സ്കെലിറ്റൻ, അതായത് എല്ലിനോടൊക്കെ ചേർന്ന് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതാണ് സ്കെലിറ്റൽ മസിൽ. പിന്നെ സ്ട്രയേഷൻസ് പ്രസൻറ്റ്. എന്താ സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത്? മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന
പ്രോട്ടീനാണ് ആക്റ്റിനും മയോസിനും. ഇവ രണ്ടും ആൾട്ടർനേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളർ ഡാർക്ക് കളർ ബാൻഡായിട്ട് കാണും. അതുകൊണ്ടാണ് സ്ട്രയേഷൻസ് പ്രസന്റ് എന്ന് പറയാൻ കാരണം. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന പേശികളാണ്. അതുകൊണ്ടാണ് വോളണ്ടറി ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലോക്കോമോട്ടറി ആക്ഷൻ, അതായത് ലോക്കോമോഷനുമായി ചലനവുമായി ബന്ധപ്പെട്ടുള്ള മസിൽസ് ആണ് ഏത്? സ്കെലിറ്റൽ മസിൽ. അപ്പോൾ ഈ 4 പോയിന്റ് ഓർത്തിരിക്കുക. അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൻസ്, സ്ട്രയേഷൻസ് പ്രസന്റ്, വോളണ്ടറി, ലോക്കോമോട്ടറി ആക്ഷൻ. അടുത്തത് സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിൽസിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിലെ ഉള്ളിൽ കാണപ്പെടുന്ന അവയവങ്ങൾ, വിസറൽ ഓർഗൻസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ വിസറൽ മസിൽസ് എന്ന് പറയും. അവയുടെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസിൽസ് ആണ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിലിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രയേഷൻസ് ആബ്സെൻ്റ് ആണ്. സ്ട്രയേറ്റഡ് മസിലിൽ കാണപ്പെടുന്ന സ്ട്രയേഷൻസ് ഇവിടെ കാണപ്പെടുന്നില്ല. മാത്രമല്ല ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന പേശികളല്ല സ്മൂത്ത് മസിൽ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ സ്മൂത്ത് മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങളുടെ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്പാണ്. ഫ്യൂസിഫോം ഷേപ്പ് കണ്ടില്ലേ? 2 പോയിന്റഡ് എൻഡായിട്ട് നിൽക്കുന്നു. പിന്നെ യൂണി ന്യൂക്ലിയസ്, ഒറ്റ ന്യൂക്ലിയസ് ആണ് ഓരോ സെല്ലിലും ഉള്ളത്. ഇതൊക്കെയാണ് അപ്പോൾ സ്മൂത്ത് മസിലിൻ്റെ പ്രത്യേകത. അടുത്ത നോക്കൂ, കാർഡിയാക് മസിലാണ്. കാർഡിയാക് മസിൽസിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ട്രയേറ്റഡ് മസിൽസിനോട് ഒരു സാമ്യം കാണിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, കാർഡിയാക് മസിൽസിൻ്റെ പ്രത്യേകത, ആദ്യത്തെ പ്രത്യേകതയായിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ഇറ്റ് ക്യാൻ ബി സീൻ വിത്തിൻ ദി ഹാർട്ട്. ഹൃദയത്തിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന പേശികളാണ് കാർഡിയാക് മസിൽ. ഇനി സ്കെലറ്റൽ മസിൽസിനെ പോലെ ഇവിടെ എന്തുണ്ട്? സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി സ്മൂത്ത് മസിൽസിൻ്റെ പോലെ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ. ഇനി ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറായിട്ട് പറയാനുള്ളത്, 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്റർകലേറ്റഡ് ഡിസ്ക് പ്രസന്റ്. ഇവിടെ ഏതാണ് ഇപ്പോൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഡയഗ്രത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്, അതായത് അടുത്തടുത്ത സെൽസ് കൂടിച്ചേരുന്ന ഭാഗത്തിൽ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു തിക്ക് പാർട്ട് കാണുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ള കാരണമാണ് ഹാർട്ടിലെ മസിൽസ് എല്ലാവരും ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് മിടിക്കാനൊക്കെ ഉള്ള കാരണം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദിസ് ഇന്റർകലേറ്റഡ് ഡിസ്ക് ആണ്. ഓക്കെ, അടുത്തത് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് ആണ്. കോക്രോച്ചിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു പോയാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന്, ഇവിടെ നമുക്ക് ചോദിക്കാൻ വരയ്ക്കാനൊന്നും അല്ല വരിക, ഇതിൻ്റെ പാർട്ടിൻ്റെ ലാബിലിംഗ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പർ ലിപ്പ് ലാബ്രം, ഓക്കെ, ലോവർ ലിപ്പ് ലാബിയം താഴെ. ഇതിന് രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഹൈപ്പോഫാരിങ്സ് കാണുന്നുണ്ട്. ഇത് ടങ്ങിലേക്ക് സ്ട്രക്ചറാണ്. ഇനി ഈ ഹൈപ്പോഫാരിങ്സിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ മുകളിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് മാൻഡിബിൾ. കണ്ടില്ലേ, ടീത്ത് ലൈക്ക് സ്ട്രക്ചറാണ്. ഇനി അതിന് താഴെ മാൻഡിബിളിന് തൊട്ട് താഴെയായിട്ട് 2 സൈഡിലും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മാക്സില. ഇതാണ് ടു ഹോൾഡ് ദി പ്രേ, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് മാക്സില. ഓക്കെ, അടുത്തത് എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് ആണ്. ഈ എലിമെൻ്ററി കനാലിൻ്റെ പല പാർട്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്ന് ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്, ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ ഇതിൻ്റെ ഓർഡർ ഒന്ന് നോക്കുക, ഏത് ഭാഗം കഴിഞ്ഞ് ഏത് ഭാഗം വരുന്നു എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നോക്കൂ, ഫാരിങ്സ് കണ്ടില്ലേ, ഫാരിങ്സിന് അവിടെ കണ്ടു, അതിൻ്റെ 2 സൈഡിലായിട്ട് എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ് കാണുന്നുണ്ട്. ഇസോഫാഗസ്, ഫാരിങ്സ് തൊണ്ട കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഇസോഫാഗസ്, അന്നനാളം അല്ലേ. അത് കഴിഞ്ഞ് ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ക്രോപ്പ്, സഞ്ചി പോലെയുള്ള ഒരു ഭാഗം, സാക്ക് ലൈക്ക് സ്ട്രക്ചർ. ഈ ക്രോപ്പ് കഴിഞ്ഞ് താഴെ കാണുന്ന ബട്ടൺ ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഗിസാർഡ്. ഗിസാർഡ് ഗ്രാൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസിന് വേണ്ടി സഹായിക്കുന്നു. ഗിസാർഡ് കഴിഞ്ഞ് മീസെൻട്രൺ തുടങ്ങുന്ന ഭാഗത്ത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം, അവയാണ് ഹെപ്പാറ്റിക് സീക്ക എന്ന് പറയുക. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് ഹെപ്പാറ്റിക് സീക്കെ. അത് കഴിഞ്ഞ് ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ മീസെൻട്രോൺ ഓർ മിഡ്ഗട്ട്. മീസെൻട്രോൺ എന്ന് പറയുന്ന വേറെ പേരാണ് മിഡ്ഗട്ട്. ഈ മിഡ്ഗട്ടും ഹൈൻഗട്ടും കൂടിച്ചേരുന്ന ഭാഗത്ത് ഏകദേശം 150ഓളം ട്യൂബുലാർ ലൈക്ക് സ്ട്രക്ചർ ഫിലമെൻറ്റ്സ് കാണാം. അതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണിത് കോക്രോച്ചിൻ്റെ. അത് കഴിഞ്ഞ് ഹൈൻഗട്ടിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഇലിയം, കോളൻ, റെക്റ്റം. ഈ ഇലിയത്തിലും കോളനിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേക്കും ഡൈജഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി ഫീക്കൽ മാറ്ററാണ് റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുടെ ഫംഗ്ഷൻ ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്. ക്രോപ്പ്, സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഗിസാർഡിന് പറയുന്ന വേറെ പേരാണ് പ്രോവെൻട്രിക്കുലസ്, എന്താണ്? ഗ്രൈൻഡിങ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. അതുപോലെ ഹെപ്പാറ്റിക് സീക്കെ, സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിൽ ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
നോക്കൂ, ആദ്യം ഒരു ടേബിളാണ്. ഇതിലെന്താണ് സം സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. നമുക്ക് പ്രൈമറി മെറ്റാബോളൈറ്റ്, സെക്കൻഡറി മെറ്റാബോളൈറ്റ് എന്നുള്ള രീതിയിൽ പൊതുവേ ബയോമോളിക്യൂൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ സെക്കൻഡറി മെറ്റാബോളിറ്റ്സിനെ സംബന്ധിച്ചുള്ള ഒരു ടേബിളാണ്. അതിൽ ആദ്യത്തെ കോളത്തിൽ പിഗ്മെൻറ്റ്സ്, ആൽക്കലോയിഡ്സ്, ടെർപിനോയിഡ്സ്, എസെൻഷ്യൽ ഓയിൽസ്, ടോക്സിൻസ്, ലെക്റ്റിൻസ്, ഡ്രഗ്സ്, പോളിമെറിക് സബ്സ്റ്റൻസസ്, അങ്ങനെ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അവയ്ക്ക് എക്സാമ്പിളാണ് റൈറ്റിൽ കാണുന്നത്. പിഗ്മെൻറ്റ്സിന് കാരോട്ടിനോയിഡ്സും ആന്തോസയാനിനും, ആൽക്കലോയിഡ്സിന് മോർഫിൻ, കോഡെയിൻ, ടെർപിനോയിഡ്സിന് മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. എന്താണെന്നൊന്നും വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാക്കുക. ഇത് മാച്ച് ദ കോളം എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. എസെൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ, ടോക്സിനിൽ അബ്രിൻ, റിസിൻ, ലെക്റ്റിൻസിലെ കൺഖനാവലൈൻ എ, ഡ്രഗ്സിലെ വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, പോളിമെറിക് സബ്സ്റ്റൻസ് റബ്ബർ, ഗംസ്, സെല്ലുലോസ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ ടേബിളൊന്ന് പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ടൊന്ന് കണ്ണോടിച്ച് പോവുക കേട്ടോ. അടുത്ത് നോക്കൂ, സ്ട്രക്ചർ, പ്രോട്ടീൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള 4 പ്രോട്ടീൻ സ്ട്രക്ചറാണ് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം, പ്രോട്ടീനിന് 4 രൂപത്തിൽ സ്ഥിതി ചെയ്യാനുള്ള കഴിവുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൻഡ് ക്വാട്ടർണറി. അതിലെപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളത് ഈ 2 സ്ട്രക്ചറാണ്. അതായത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. അതിൽ എ എന്താണ്? ഇറ്റ് ഈസ് ദ ഡയഗ്രാം ഷോയിങ് ദി സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ബി, ഇറ്റ് ഈസ് ദ ഡയഗ്രാം ഷോയിങ് ദി ടേഴ്സറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇനി ഇത് കൂടാതെ ഒരു ഡയഗ്രാം അതിൻ്റെ മേലെ തന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ടേഴ്സറി, ക്വാട്ടർണറി ഒന്നും കൂടി തന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. പക്ഷേ ചോദ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ സെക്കൻഡറിയും ടേഴ്സറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യമായിട്ട് കാണാറ്. അടുത്ത ടോപ്പിക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവയെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. pH, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി. ഈ 3 ഫാക്ടേഴ്സാണ് എൻസൈം ആക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ ശ്രദ്ധിക്കൂ, pH ആദ്യം കൂടി വരുന്നതിനനുസരിച്ചിട്ട് pH കൂട്ടുമ്പോൾ എൻസൈം ആക്ടിവിറ്റിയും കൂടി വരും. അതൊരു ഒരു സർട്ടൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് മാക്സിമം ആയിരിക്കും. ആ മാക്സിമം പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിമം pH. അപ്പോൾ എന്താണ് ഒപ്റ്റിമം pH എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ഒപ്റ്റിമം pH ദ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ വിൽ ബി മാക്സിമം ആയിരിക്കും. ഒപ്റ്റിമം pH എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എൻസൈം ആക്ഷൻ്റെ pH വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻസൈം ആക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഗ്രാഫിൻ്റെ ഷേപ്പാണ് പാരാബോള ഷേപ്പ്. അടുത്ത ഗ്രാഫ് നോക്കൂ, ഇത് ടെമ്പറേച്ചറിനും എൻസൈം ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഗ്രാഫാണ്. ഇവിടെയും എന്താണ്, ടെമ്പറേച്ചർ കൂട്ടി വരുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ഷനും കൂട്ടി വരും. അങ്ങനെ ഒരു സർട്ടൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത? അവിടെ എത്തുമ്പോൾ എൻസൈം ആക്ടിവിറ്റി ഈസ് മാക്സിമം, വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷനും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പിന്നീട് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു. അപ്പോൾ pHൻ്റെ പോലെ തന്നെ ഒരേ ഷേപ്പ് ഗ്രാഫാണ് കിട്ടുന്നത്. ഇതും പാരാബോള ഷേപ്പാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ ചെയ്യുക? എൻസൈം ആക്ടിവിറ്റി കുറവാണ്. കാരണം എന്താണ്? ഈ സബ്സ്ട്രേറ്റ് എല്ലാം ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും, എൻസൈമും ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു പ്രത്യേകത? ഈ എൻസൈംസിന് പ്രോട്ടീൻ സ്ട്രക്ചർ ആണല്ലോ, പ്രോട്ടീനേഷ്യസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഡീനാച്ചുറേഷൻ സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ എൻസൈം ആക്ടിവിറ്റി ഇല്ലാതെയാകുന്നു, ടെമ്പറേച്ചർ ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ. അടുത്ത ഗ്രാഫ് നോക്കൂ, ഇപ്പോഴും എക്സാമിന് ആവർത്തിച്ച് വരുന്ന ഒരു ഗ്രാഫാണ് ഈ 3ാമത്തെ ഫാക്ടർ. എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും എൻസൈം ആക്ടിവിറ്റി റിയാക്ഷനും കാണിക്കുന്ന ബന്ധമാണ്. അവിടെ നോക്കൂ, Vmax എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് Vmax എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്താണ് Vmax എന്ന് പറഞ്ഞാൽ, Vmax ഈസ് ദ മാക്സിമം വെലോസിറ്റി. ഒരു എൻസൈം റിയാക്ഷൻ്റെ മാക്സിമം വെലോസിറ്റി കാണിക്കുന്ന സ്റ്റേജാണ് ഏത്? Vmax എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുന്നു, എന്നാലും വീണ്ടും എന്ത് ചെയ്യുന്നില്ല? എൻസൈം ആക്ടിവിറ്റി കൂടുന്നില്ല. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നേരെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ള ചോദ്യം വരാറുണ്ട്. അങ്ങനെ ചോദ്യം വരിക, after attaining Vmax, further increase of substrate concentration do not affect the velocity of enzyme action. Why? അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? അങ്ങനെ Vmax എത്തിക്കഴിഞ്ഞതിന് ശേഷം ഫർദർ അഡീഷണൽ സബ്സ്ട്രേറ്റ് ഡു നോട്ട് അഫക്ട് ദി എൻസൈം ആക്ഷൻ. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ എൻസൈം മോളിക്യൂൾസ് ആർ സാച്ചുറേറ്റഡ് വിത്ത് സബ്സ്ട്രേറ്റ് എന്ന് എഴുതണം.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. പതുക്കെ പതുക്കെ നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടി വരുന്നു. ആ കൂട്ടി വരുന്ന സമയത്ത് എൻസൈം ആക്ഷൻ കൂടി വരും. അങ്ങനെ അത് എത്രയിലെത്തും? വിമാക്സിലെത്തും. വിമാക്സിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടുമ്പോൾ സ്പീഡ് കൂടുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. എന്താണ് കാരണം? എല്ലാ എൻസൈം മോളിക്യൂൾസും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കും? സബ്സ്ട്രേറ്റ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എൻസൈം അവിടെ കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ പാഠത്തിലെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി നോക്കി നന്നായി പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രസൻറ്റേഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.